പ്രിയപ്പെട്ടവരെ നമസ്കാരം, സന്ദീപാണ്. സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ മാസം ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസവും 25,000 രൂപ ഞാൻ റീലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഒരുപാട് മാസം ഞാനിത് തുടരുന്നതായിരിക്കും. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. എനിക്കറിയാം ഈ ഒരു എമൗണ്ട് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. പക്ഷെ ഒരുപാട് പേരുടെ ലൈഫിൽ ഇതിലെ കുറച്ച് എമൗണ്ടുകൾ പോലും വലിയ വെളിച്ചമായിട്ട് മാറുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ മാസം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ആരുടെയും പേരുകളോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും പറയില്ല. അത് എൻ്റെ വാക്കാണ്. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് 10,000 രൂപ എടുത്ത് നമ്മുടെ ഫോളോവേഴ്സിലെ ഒരു പെൺകുട്ടിക്ക് 3 മാസത്തെ ലോണ്, മുടങ്ങിക്കിടന്ന ലോണ് കംപ്ലീറ്റ്ലി അടച്ചു കൊടുത്തു. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 10,000 രൂപ എടുത്ത് 2 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുടെ സർജറി, ആ 10,000 രൂപ അവർക്കത് ലക്ഷങ്ങളുടെ വിലയാണ് ആ സമയത്ത്. വളരെ സന്തോഷം. അതുപോലെ തന്നെ ഒരു 5,000 രൂപ എടുത്ത് വളരെ പൊട്ടിപ്പൊളിഞ്ഞൊരു വീട് ഒരു മനുഷ്യൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. ചെറിയ എമൗണ്ട് ആണ് എങ്കിലും അദ്ദേഹത്തിന് തൽക്കാലം ഒരു ആശ്വാസം കിട്ടി. അങ്ങനെ ഈ ഒരു ചെറിയ എമൗണ്ടിൽ തന്നെ ഇത്ര 3 കുടുംബത്തിന് ചെറിയൊരു ആശ്വാസം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. അവരുടെ പ്രാർത്ഥനകൾ മാത്രം മതി. എന്നെ ഫോളോ ചെയ്യുകയോ ഇൻസ്റ്റയിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ സോഷ്യൽ മീഡിയാസിലോ ഒന്നും ചെയ്യേണ്ട. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 മിനിറ്റ് പറ്റുമെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ബിസിനസ് കുറച്ചുകൂടെ നന്നാവണേ, അതിലൂടെ എനിക്ക് ഒരുപാട് പേര് 25,000 എന്നുള്ളത് ഒരു 1,00,000 ആക്കാൻ പറ്റണേന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഏറ്റവും എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ 5 വയസ്സുള്ള ഒരു കൊച്ചു മോക്ക് നമ്മുടെ ഒരു വീൽ ചെയർ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ ഔഡി കാറൊക്കെ എടുക്കുന്നതിൽ എങ്ങനെയായിരുന്നു അതിനെക്കാട്ടിലും എനിക്ക് സന്തോഷവും മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടുന്നുണ്ട്. നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. വളരെ സന്തോഷം. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. 100 പേരെങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റണമെന്നാണ് എൻ്റെ ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള പ്രോജക്റ്റിൽ എൻ്റെ ഒരു ആഗ്രഹം. അപ്പം നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൂടെ ഉണ്ടായിരിക്കണം. താങ്ക് യു സോ മച്ച്.